ഹേ ഹലോ വെൽക്കം ടു മെസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്. ഇതിൽ നമുക്ക് 3 പൈൽസ് ആണുള്ളത്: ഓറഞ്ച് മോങ്ക്, ബ്രൗൺ മോങ്ക് ആൻഡ് ബ്ലൂ മോങ്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും കണക്ഷൻ തോന്നുന്ന ഒരു മോങ്കിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും കിട്ടുക. സോ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല മെസ്സേജസും ഉണ്ടാവും. നിങ്ങളുടെ കറൻറ്റ് ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്ന മെസ്സേജസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൈൽ ചൂസ് ചെയ്യാനുള്ളൊരു സമയമാണ്. സോ ഇതൊരു ഡീറ്റെയിൽഡ് റീഡിംഗ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കറൻറ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസും പാസ്റ്റ് ലൈഫിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആവുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. ഓക്കെ, സോ നിങ്ങൾ ഈ 3 മോങ്സിനെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നിങ്ങളുടെ കണ്ണടയ്ക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് ഇൻ, ഹോൾഡ്, എക്സ്ഹേൽ. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് ഇൻ, ഹോൾഡ് and then exhale. Take a deep breath in, hold and then exhale. നിങ്ങൾ ഈ 3 മോങ്കിൻ്റെ രൂപങ്ങൾ കണ്ടുവെന്നുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർലി ഒരു 1 മോങ്ക് മാത്രം ഒരു ബിഗ്ഗർ സൈസിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ദ മോങ്ക് വിച്ച് അപ്പിയേഴ്സ് ഇൻ ബിഗ്ഗർ സൈസ്. നിങ്ങളുടെ മുന്നിൽ ആ ഒരു മോങ്കാണ് നിങ്ങളുടെ കോളിംഗ് ഉള്ളൊരു മോങ്ക്. ആൻഡ് ആ ഒരു മോങ്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു കളറ് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലെറ്റ്സ് സീ ദ മെസ്സേജസ്. ആദ്യമായിട്ട് പൈൽ നമ്പർ 1 ആയിട്ടുള്ള നമ്മളുടെ ഓറഞ്ച് മോങ്ക് എൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുന്ന സ്റ്റാർ സീഡ് കാർഡാണ്. ഓവർ ദ സ്റ്റാർ സീഡ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ലൂസൺ യുവർ ഗ്രിപ്പ്, കോപ്പിംഗ് യുവർ മെക്കാനിസം, ഡെൻസിറ്റി, എഡിക്ഷൻ, ലെറ്റ് ഗോഡ് എൻ. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു എത്തീസ്റ്റ് ആയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊരു ലൈഫ് ലീഡ് ചെയ്തിട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ ലൈക്ലി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഗോഡിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. എത്തിസ്റ്റ് എന്ന് പറയുമ്പം ചിലപ്പം ദൈവങ്ങളുടെ വിശ്വാസമില്ല, ആരാധനയില്ല എന്നുള്ളതായിരിക്കാം. ബട്ട് ഐ എം നോട്ട് അത് മാത്രമല്ല ഞാൻ കാണുന്നത്. ഐ എം സീയിങ് മച്ച് മോർ. അതായത് ഒരു സ്പിരിച്വൽ ജേർണി താല്പര്യമില്ലാത്തൊരു വ്യക്തി, അതേപോലെ എന്തൊക്കെയോ എഡിക്ഷൻസ് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കോൺസ്റ്റൻ്റ്ലി ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഒരു കടുംപിടുത്തം പിടിച്ചിട്ട് മുന്നിലോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റബ്ബേൺ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇത് ചിലപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പലപ്പോഴുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു സ്റ്റബ്ബേൺ ഫാക്ടർ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം പാസ്റ്റ് ലൈഫിൽ എവിടെയൊക്കെയോ നിങ്ങളൊരു സ്പിരിച്വൽ കാര്യങ്ങളിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ജീവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. അതായത് യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ റിലീജിയൻ, അതേപോലെ തന്നെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം. എന്തെങ്കിലും അഡിക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നു. ഐ എം സീയിങ് റൂട്ട്സ്. കണക്ട് വിത്ത് യുവർ റൂട്ട്, ആൻസെസ്റ്ററൽ വിസ്ഡം ഗൈഡ്സ് യു. ഓക്കെ, നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങളുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ അവർക്കൊക്കെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം.
നിങ്ങളുടെ ആൻസെസ്റ്ററൽ വിസ്ഡം മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പർപ്പസാണ്. അതായത് ഈ പറയുന്ന വ്യക്തികൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെയുള്ള വ്യക്തികൾ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ റൂട്ട്സ് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. സംടൈംസ് ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ പണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ലൈൻ തന്നെ നിങ്ങൾ തുടരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് കുറച്ചുകൂടി കൂടുതൽ ആയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് എനിക്കിവിടെ കാണുന്നു. ആൻഡ് ഐ എം സീയിങ് പ്രൊട്ടക്ഷൻ. ക്രിയേറ്റ് എ സേഫ് സ്പേസ് വിത്തിൻ ദ സർക്കിൾ യു ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് എംപവേർഡ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ഒരു സേഫ് സർക്കിളായിട്ട് നിൽക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ പലപ്പോഴും നിങ്ങൾക്ക് അറ്റാക്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നും ആരെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ ഫിസിക്കൽ അറ്റാക്ക് ആരെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടാവാം. അതിനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ വിഷം ഉള്ളിൽ പോയിട്ടുണ്ട്, പോയ്സണിങ്, അങ്ങനെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോയിട്ടുണ്ടാവാം. ആൻഡ് ഐ എം സീയിങ് അതിൽ നിന്നും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതായത് വെൻ ഇറ്റ് കംസ് ടു നിങ്ങളുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് അധികം ആൾക്കാരുടെ അടുത്ത് എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജിക്ക് നല്ലതല്ല. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിന് അത് നല്ലതുണ്ടാവുക. ഓക്കെ, കാരണം നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ പലപ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന വ്യക്തികളാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് 4 of Wands എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് 6 of Swords എനർജി. അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് പേജ് ഓഫ് Swords energy with Ace of Wands energy with 8 of Cups and 2 of Wands. ഓക്കെ, ട്രാവലറാണ്. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഇവൻ ദോ താല്പര്യമില്ലാതെയാണ് ഫസ്റ്റ് പോയതെങ്കിലും നിങ്ങൾ പിന്നീട് ട്രാവലിനെ സ്നേഹിച്ച വ്യക്തിയാണ്. ഒരുപാട് ലൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവലുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രാവലുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫാമിലിയുമായിട്ടാണ് പലപ്പോഴും റീലൊക്കേറ്റ് ചെയ്ത് താമസിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിങ്ങനെ മാരേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പലപ്പോഴും ചിലരിങ്ങനെ മാറി മാറി ജീവിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ചിലർ ആർമി പേഴ്സണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഫാമിലി കൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി പല പോസ്റ്റിങ്ങുള്ള സ്ഥലത്ത് ഇങ്ങനെ പോയി മാറി മാറി ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ചിലപ്പോൾ അവർ വർക്ക് മാറുന്നതിനനുസരിച്ച് അവർ ഫാമിലിയുമായിട്ട് മാറി താമസിക്കാറുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസ്, അത് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാറി മാറി പോയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കിട്ടിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മാരേജ് നടന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ വളരെ സേഫായിട്ടും വളരെ ഹാപ്പി ആയിട്ടും ജീവിച്ചു പോയിട്ടുള്ളൊരു പാസ്റ്റ് ലൈഫ് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് പാസ്റ്റ് ലൈഫിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ടോട്ടലി ഒരു ഫൈറ്റർ എനർജിയാണ്. അതായത് ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന, അത്ലറ്റിക്സ് കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു റീസണോ എന്തെങ്കിലും ഒരു കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് അതിലൊരു ജയം കണ്ടെത്തുന്നത് വരെ മീൻസ് ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഇയാൾ പെർസ്യൂ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ആൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ഒരു ഡ്രീം സക്സസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് അതിനു വേണ്ടി നിന്ന്
ഒരുപാട് കാലങ്ങളെടുത്ത് അത് നേടിയെടുത്ത ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഒരു കാര്യം എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു നഷ്ടമാണ്. വിച്ച് മീൻസ് അത് നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നുമുള്ള ബിട്രയൽ. ആ ഒരു ബിട്രയൽ കാരണം നിങ്ങൾ വീണ്ടും ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്ത് നിങ്ങളൊരു വേറെ രീതിയിൽ, അതായത് നിങ്ങളൊരു ആദ്യം ഒരു വളരെ ജോവിയലായിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ലൈഫ് ജീവിക്കുന്ന ആൾ വളരെ ഒതുങ്ങി ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ജീവിക്കുന്ന സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ അത് ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു ബിട്രയൽ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മീൻസ് അവർ കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് തിങ്ക് ചെയ്യാനും എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയും അതിൻ്റെ അകത്ത് പിന്നീട് സക്സസ് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എനർജി ഈ ഒരു പാസ്റ്റ് ലൈഫിൽ എനിക്ക് കാണാൻ പറ്റുന്നു. ഈ ഒരു വ്യക്തികൾ പലരും ഒരുപാട് ആർട്ടിസ്റ്റിക് കഴിവുള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് എന്തെങ്കിലും എഴുത്ത്, അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിവിഡായിട്ടുള്ള ചിന്താഗതികളുള്ള ആൾക്കാർ, ഒരുപാട് ലൈക്ക് ഡ്രീംസ് കാണുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഒരുപാട് ഫാൻറ്റസി ആ രീതിയിലുള്ള കാര്യങ്ങളിനെ പറ്റിയിട്ട് ഉള്ള അറിവ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ഇഷ്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ആൻഡ് ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ആ ഒരു വ്യക്തി അതിനെ മോൾഡ് ചെയ്ത് ആൾക്ക് പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷനിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കളക്റ്റീവ്ലി ആ ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു എനർജിയാണ്. ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ത്രോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് സ്റ്റക്കായി പോകുന്ന ഒരു വ്യക്തിയല്ല. കുറച്ച് നാൾ അത് ഹീൽ ചെയ്യാൻ എടുക്കുമെങ്കിലും ആളത് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. യുവർ സോൾ ഈസ് ആസ്കിങ് ഫോർ എ ട്രാവൽ, ഒരു മൂവ്മെൻറ്റ്. നിങ്ങൾക്ക് മൂവ്മെൻറ്റ് വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൾച്ചർ എക്സ്പീരിയൻസ് വേണം. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ട്രാവൽ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ദീസ് ആർ ദ മെസ്സേജസ് ഫോർ പൈൽ നമ്പർ 1. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട്. ഇതില്ലാത്ത ഏതെങ്കിലും മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ലൈഫുമായിട്ട് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ദീസ് ആർ സം സിറ്റുവേഷൻസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുണ്ടാവാനുള്ള സിറ്റുവേഷൻ അത് ലൂപ്പ് ചെയ്യുന്നുണ്ടാവാം. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ലൂപ്പാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള റീഡിങ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. So for people who have chosen pile number 2, the brown monk, over the base എനിക്ക് കാണാൻ പറ്റുന്നത് is King of Wands energy. Along with that, I'm seeing the star card. Wow. Hermit, 3 of Pentacles, 4 of Pentacles, the Justice, and 4 of Pentacles. ഓക്കെ, ആദ്യം നമ്മൾക്ക് ഈ 2 കാർഡ്സ് റീഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ കാർഡ്സിലേക്ക് പോവാം. സോ സ്റ്റാർസ് ഈ കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്നത് സറണ്ടർ ടു ദ സ്വീറ്റ്നെസ്, വീനസ് എനർജി, പ്ലഷർ, ജോയ്, മേക്ക് ലവ് ടു ലൈഫ്. നിങ്ങൾ ഒരു വീനസ് എനർജി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. വീനസ് എനർജി കണക്റ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവാം. വുമൻ്റെ ലൈക്ക് ജ്വൽസ്, ക്ലോത്തിങ്, ഫ്രേഗ്രൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ എന്തെങ്കിലും മേക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി ബിസിനസ് ആവാനുള്ള സാധ്യതയുണ്ട്. ലക്ഷറി പ്രോഡക്ട്സ്, ലക്ഷറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന അതോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളോ ചെയ്തിട്ടുള്ള വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് കിങ്, ക്വീൻ, ഒരുപാട് പണം ഉള്ള വ്യക്തികൾ, ലക്ഷറി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു.
ഐ എം സീയിങ് മിസ്റ്ററീസ്. അൺലോക്ക് ദ ഏൻഷ്യന്റ് സീക്രറ്റ്സ്, ദ പാസ്റ്റ് ഹോൾഡ് ദ കീ ടു യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് അക്കൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ അറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടാരോട്ട് റീഡേഴ്സ്, ആസ്ട്രോളജി, ജ്യോതിഷം, അതേപോലെയുള്ള ഒക്കൾട്ട് സയൻസസിനെ പറ്റിയിട്ട് അറിവുകൾ ഉണ്ടാവാനും അതിൽ പ്രാക്ടീസ് ചെയ്യാനും താല്പര്യമുള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ വിച്ച് ക്രാഫ്റ്റ് അതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ചില ഹെർബ്സിനെ പറ്റിയിട്ടൊക്കെ അറിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മരുന്നായിട്ടും അത് സ്പെൽ വർക്കിലും ഒക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഐ സി ഇൻറ്റ്യൂഷൻ. ഡെഫിനറ്റ്ലി ടാരോട്ട് റീഡർ അതേപോലെയുള്ള ആൾക്കാരാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഡോക്ടേഴ്സ് ആൻഡ് ഹീലിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാർ. അതായത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജോലി എന്തായാലും, അതായത് നമ്മളുടെ ഉള്ളിൽ മനസ്സിൽ തോന്നണം പലപ്പോഴും, അതായത് ഇതായിരിക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വേണ്ടുന്ന രീതിയിൽ ജോലികൾ ചെയ്തിട്ടുള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. വളരെ ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നു. ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ മെയിൽ, യു ക്യാൻ ഹാവ് എ ഡിവൈൻ ഫെമിനൈൻ. ഞാനൊരു മെയിലാണ്, അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിപ്പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഡിവൈൻ ഫെമിനൈൻ എനർജി ആൻഡ് ഡിവൈൻ മസ്കുലൈൻ എനർജി രണ്ടും മെയിൽസിലും ഫീമെയിൽസിലും കണ്ടുവരാറുണ്ട്. സോ എനിക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, നറിഷറിങ് എനർജിയാണ്. ലൈക്ക് എ മദർ, എല്ലാ കാര്യങ്ങളും കൊടുക്കും. അവളെ ഒരു റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു യുവർ എനർജി, അഗെയിൻ എനിക്ക് കാണുന്ന കിങ് ഓഫ് വാൻസും സ്റ്റാർ കാർഡുമാണ്. യു ആർ പ്രിറ്റി മച്ച് പോപ്പുലർ ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തികളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് ഇസ് വൈ നിങ്ങൾക്ക് ലക്ഷറി അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ വർക്കിൽ, അതായത് ദിസ് ഇസ് ലൈക്ക് കിങ് ഓഫ് വാൻസ് എനർജി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദിസ് ഇസ് മേജർലി ലൈക്ക് എ ബിസിനസ്, അതായത് ബിസിനസ് പോലെയുള്ള എന്തോ ഒരു കാര്യമാണ്. ആൻഡ് ആ ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷറി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മണി ഫ്ലോവും ഉണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് എനിക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് പക്ഷേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. കാരണം ഐ എം സീയിങ് യു ആർ ചൂസിങ് ടു ബി ആൻ ഹെർമിറ്റ്. അതായത് നിങ്ങൾക്ക് സന്യാസം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണം, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ്, റാദർ ദാൻ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു തേർഡ് പാർട്ടി കാരണം അതിൻ്റെ അകത്ത് ഇഷ്യൂസ് വരുന്ന പോലെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു എനർജി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഓക്കെ ഇനി ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിനെ കാത്തിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളത് കാണണം. നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രക്കൊരു എക്സ്പ്രസീവ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അത്ര എക്സ്പ്രസീവ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സ്നേഹം വന്നാലും ഒന്നും നിങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാവല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഒതുക്കി പിടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം ഒരു പിശുക്ക് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മണി ഉണ്ടായപ്പോഴും നിങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രക്കും ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ നിങ്ങൾക്ക് മണി ബ്ലോക്സ് പലപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പേടിയാണ്, ഫിയർ ഓഫ് ലൂസിങ് ഉണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേടി. റിലേഷൻഷിപ്പ്, മണി, എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ, ഫെയിം ആണെന്നുണ്ടെങ്കിൽ കൂടെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ, ആരെങ്കിലും നിങ്ങളെ പേര് മോശമാക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഐ എം സേയിങ്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാർ എനർജി തന്നെയാണ്. നിങ്ങൾക്ക് ഫേമസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പൈൽ നമ്പർ 2. കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യൂസ് യുവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മണി വരുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫേമസ് ആവുന്നതിലൂടെയാണ്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു അധികം പോപ്പുലാരിറ്റി ഇല്ലാതെ നിന്നാൽ പോരാ, നിങ്ങൾ അതിനൊരു ബിഗ് പിക്ചറിൽ തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിക്കുന്ന ആൾക്കാരാവാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ആ ഒരു എനർജി കാരണമായിരിക്കാം ഇത്രയും ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആ കാര്യം ചെയ്ത് എടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫിയർ മാത്രമാണ്. ആ ഒരു ഫിയർ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ മണി ബ്ലോക്സും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് കാര്യം. അതേപോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു വേണ്ടുന്ന ആളെ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ മണിയുടെ ഫ്ലോ കുറച്ചുകൂടി കൂട്ടുകയുള്ളൂ. വെനെവർ വി ആർ സ്പെൻഡിങ്, ആ മണി നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് എവിടെയൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഴിവാണ്. നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലുകൾ സത്യമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഒരു കൺഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 പോകാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. പൈൽ നമ്പർ 3, ദ ബ്ലൂ മോങ്ക്. എനിക്ക് കാണുന്നത് വിഷനാണ്. നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാത്രം മാറ്റിമറിക്കുന്ന ഒരു വിഷൻ അല്ല, പലരുടെ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഷനാണ്. ചിലപ്പം ചില കോസിന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കാം, ചിലർക്ക് നീതി കിട്ടുന്നില്ല എന്ന് കാണുമ്പം നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വർക്കിലൂടെ നിങ്ങളെ മാത്രമല്ല ഇൻസ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഏൺ ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്കും കൂടെ ഇതൊരു പാഠമാണ്, ബാക്കിയുള്ളവർക്കും കൂടെ ഇതൊരു ലെസൺ ആണ് എന്നുള്ളത് കാണുന്നു. ഹെർബ്സ്, ഹീലിംഗ് പ്രൊഫഷൻ, അതേപോലെ തന്നെ നേച്ചുറൽ ആയിട്ടുള്ള മെഡിസിനെ പറ്റിയിട്ടുള്ള അറിവ്, നേച്ചർ തന്നിട്ടുള്ള ഗിഫ്റ്റ്സിനെ പറ്റിയിട്ടുള്ള അറിവ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും കഷായോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു. അതേപോലെ ആരെങ്കിലും വയ്യാതെ ഇരുന്ന് നിങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടാവണമെന്നില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആൾക്കാർക്ക് പെട്ടെന്ന് ഫലിക്കും എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ചിലപ്പം നേച്ചറിൽ ആയിട്ട് വരുന്ന ഹെർബ്സിനെ പറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് വെൻ യു കംസ് ടു പാസ്റ്റ് ലൈഫ്. സ്റ്റാർ സീഡ് കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്ന സ്റ്റാർ ആൻസസ്റ്റേഴ്സ് ആണ്. ഓക്കെ, യു ആർ കണക്റ്റഡ് ടു ദ സ്റ്റാർസ്. സ്റ്റാറുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് നൈറ്റിൽ സ്റ്റാർ ഗേസിങ് ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മറന്നുപോയ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിസ്ഡത്തിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡീപ്പർ ഇൻസൈറ്റ് കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടി അത് കാണാനും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ സ്പേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ബേസിക് അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആസ്ട്രോണമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകും, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ബിയോണ്ട് എർത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി അറിയാനുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടാരോട്ട് കാർഡ്സിൽ എനിക്ക് എന്തൊക്കെ മെസ്സേജസ് കിട്ടുന്നു എന്ന് നോക്കാം. 5 of Cups, the Emperor, the King of Cups, Ace of Wands, 6 of Pentacles and 6 of Swords. ഓക്കെ, ഈഗോ കാരണം പലതും നഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയെ എനിക്ക് കാണാൻ പറ്റുന്നു. അതായത് ഒരു മെയിൽ എനർജി എനിക്ക് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നല്ല പ്രൊട്ടക്റ്ററാണ്, വളരെ ഇമോഷണലാണ്, വളരെ സെൻസിറ്റീവാണ്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ചിലപ്പോൾ ഒരു ഈഗോ ആ ഒരു സാധനം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലതും നഷ്ടപ്പെടുത്തി പോവുക. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു നഷ്ടം വന്നാൽ അതിൽ നിന്നും കരകയറാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
അത് കാരണം പല ഓപ്പർച്യൂണിറ്റീസും കാണാതെ പോകുന്ന ഒരു വ്യക്തിയായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഭാഗം നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിച്ച് സമയം കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാണുന്നു. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇറ്റ്സ് ജസ്റ്റ് എൻ ഈഗോ ഓർ എ മാറ്റർ ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അതായത് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലീഡറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് കുറച്ച് ഐഡിയ നിങ്ങളെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തന്നു. ആസ് ഇഫ് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, ആ രീതിയിൽ നിങ്ങളുടെ തന്നെ കുറച്ച് ഫ്ലോസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്പാനിയനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും അതിലൂടെ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനിയെങ്കിലും മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അതിന് ശേഷമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഐഡിയയിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം യു ആർ ട്രാവലിംഗ്. നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഐഡിയ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ വലിയൊരു ട്രാവൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. പക്ഷേ യുവർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ബാക്കിയുള്ളവർക്ക് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കിയെന്നെങ്കിലും, ഈ ഒരു ചിന്തയിൽ നിങ്ങൾ വേസ്റ്റ് ആക്കിയെന്നുണ്ടെങ്കിലും, പിന്നീട് നിങ്ങൾ ഒരുപാട് അറിവ് നേടിയിട്ട് അത് ഒരു വിഷനായിട്ട് പലർക്കും അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ട് തന്നെ കൾച്ചർ എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് കണ്ണ് കെട്ടി നടക്കുന്ന പലരും ഉണ്ടാവും. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എഗെയിൻസ്റ്റ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം, അതിന് എഗെയിൻസ്റ്റ് നിങ്ങൾ പോയിട്ടുണ്ടാവാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ഈ ഒരു ഗുരുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നു. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലോസസ് ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളുടെയും കൂടെ ഡ്രോബാക്കാണ് ആ റിലേഷൻഷിപ്പിൻ്റെ ലോസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം യു വർക്ക്ഡ് ബെറ്റർ. നിങ്ങളുടെ ലൈഫ് മാറ്റാനും നിങ്ങളുടെ മേലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഐ എം സീയിങ് ഒരു പാറ്റേൺ ഉണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോ ആയ സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയയോ പുതിയ ഓപ്പർച്യൂണിറ്റീസോ ഓപ്പൺ അപ്പ് ആവുന്നത്. ആ സമയത്ത് നിങ്ങൾ ലോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്ത് കളയരുത്. പകരം അതെടുത്തിട്ട് മുന്നിലോട്ടേക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ലോസിൽ നിന്നും കയറാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് മാറ്റിയ ഒരു സ്റ്റോറിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഐ ആം സീയിങ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.